ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ച വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദിവസത്തെ ആരംഭിക്കാം. അതിനായി മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം വൻ വിവാദം തീവ്രമാകുന്നതിനൊത്ത് മാനദണ്ഡം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വേദഭാഗം 2 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 8-9 വാക്യം. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം വൻ വിവാദം തീവ്രമാകുന്നതിനൊത്ത് മാനദണ്ഡം ഉയർത്തിപ്പിടിക്കുക. ലോകത്തിൽ വൻ വിവാദം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാനദണ്ഡങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നിലപാടുകൾ തീവ്രമാക്കി ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം അപ്പോസ്തലന്മാരെയും പാസ്റ്റർമാരെയും സുവിശേഷകന്മാരെയും അധ്യാപകരെയും നിയമിച്ചിരിക്കുന്നു. അതും നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 4 അധ്യായം 11 മുതൽ 13 വരെ എന്താണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്? നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മിതിയാണ്. ദൈവം പറയുന്നു, നിരന്തരമായൊരു മുന്നേറ്റം ഉണ്ടാകണം. മുടന്തരായവർ വഴിയിൽ വീഴാതിരിക്കാൻ അവിടുത്തെ അനുഗാമികൾ പടിപടിയായി നേരെയും നിരപ്പുള്ളതുമായ പാതകൾ ഉണ്ടാക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, എതിർപ്പുകൾ, ശത്രുവായവൻ നമ്മളെ തകർത്ത് കളയുവാൻ എല്ലാ ആയുധവും പ്രയോഗിക്കുമ്പോൾ നമ്മൾ ദിനം പ്രതി ഉയരേണ്ടത് ആവശ്യമാണ്. നമ്മൾ പടിപടിയായി വളരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിനായി പ്രവർത്തിക്കുന്നവർ അവരിലുള്ള പോരായ്മകളെ പരിഹരിക്കേണ്ടതിനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തേണ്ടതിനും ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനായി അവർ വെളിച്ചത്തിൽ നിലകൊള്ളുകയും നീതിസൂര്യൻ്റെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുകയും വേണം. സഭയെ അധികം ലോകത്തിൽ നിന്ന് വേർപെടുത്തി കൃത്യതയോടെ നിർത്തിക്കൊണ്ട് അതിനെ മുമ്പോട്ടും ഉന്നതിയിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ വേലക്കാരായിരിക്കുന്നവർക്കുണ്ട്. തങ്ങളുടെ സ്വഭാവത്തെ ദിവ്യ മാതൃകയുമായി ലയിപ്പിക്കുമ്പോൾ അവരാരും സ്വന്തമായ അഭിമാനത്തെ അത്രയേറെ കണക്കാക്കുകയില്ല. അസൂയാവഹമായി ഉറങ്ങാതെ സ്നേഹത്തോടെ വർദ്ധിച്ച താല്പര്യത്തോടെ അവർ സഭയുടെ പാവനമായ താല്പര്യങ്ങളെ പരിരക്ഷിക്കും. സഭയിലൂടെ പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മഹത്വത്തെ മറയ്ക്കുകയും മങ്ങുമാറാക്കുകയും ചെയ്യുന്ന ദോഷത്തെ അവർ ചെറുക്കും. സഭയിൽ സാത്താൻ്റെ കുതന്ത്രങ്ങൾക്ക് ഇടമോ അവസരമോ ഉണ്ടാകില്ലെന്ന് അവർ ഉറപ്പുവരുത്തും. കുറ്റം കണ്ടെത്തൽ, ഏഷണി പറച്ചിൽ, ദുർഭാഷണം, കുറ്റപ്പെടുത്തൽ എന്നിവയാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ. ഇത്തരം കാര്യങ്ങൾ സഭയെ ദുർബലപ്പെടുത്തുകയും തകിടം മറിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ വിശ്വാസ ഭവനങ്ങളിൽ ഉണ്ടാവരുത് എന്നത് നമ്മൾ ഓരോരുത്തരും നിശ്ചയപ്പെടുത്തേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. സകലവും സമാധാനവും സുരക്ഷിതവും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വേലക്കാർക്ക് കൈയും കെട്ടി അടങ്ങിയിരിക്കാവുന്ന ഒരു സമയവും സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. പിന്നെ പെട്ടെന്നുള്ള നാശം വന്നു ചേരുന്നു. അഭിവൃദ്ധി എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ എല്ലാം മുമ്പോട്ട് പോയെന്ന് വരാം. എന്നാൽ സാത്താൻ തികച്ചും ഉണർവോടെയിരിക്കുന്നു. അവന് വിജയമുണ്ടാകത്തക്ക വിധം മറ്റൊരു ആക്രമണത്തെക്കുറിച്ച് പഠിച്ചും ദുഷ്ടദൂതന്മാരുമായി അവൻ ആലോചന കഴിച്ചും കൊണ്ടേയിരിക്കുന്നു. സാത്താൻ്റെ ഭാഗത്ത് മത്സരം അധികം ഭയാനകമായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവനൊരു അധോലോക ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവജനത്തിൻ്റെ പ്രവൃത്തി ചെറുക്കാനാകാത്ത വിശുദ്ധ ഊർജ്ജത്തോടെ മുമ്പോട്ട് പോകും. അവർ സഭയിൽ ക്രിസ്തുവിൻ്റെ നീതിയുടെ മാനദണ്ഡനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ദൈവസിംഹാസനത്തിൽ നിന്നുള്ള ശക്തിയാൽ പ്രചോദിതരായിത്തീരും. അങ്ങനെ ഇരിക്കെ വൻ വിവാദം അധികം ശക്തിപ്പെടുകയും കൂടുതൽ നിർണായകമാകുകയും ചെയ്യും. മനസ്സിനോട് പോരാട്ടത്തിലാകും. പദ്ധതികൾക്കെതിരാകും. സ്വർഗീയ തത്വങ്ങൾ സാത്താൻ്റെ തത്വങ്ങൾക്കെതിരാകും. സത്യം അതിൻ്റെ വിവിധ മുഖങ്ങളിൽ
തെറ്റിൻ്റെ എപ്പോഴും മാറുന്നതും വർദ്ധിക്കുന്നതുമായ രൂപങ്ങളോട് സംവാദത്തിലാകും. അത് സാധ്യമായാൽ ശക്തരായ വൃദ്ധന്മാരെയും വഞ്ചിക്കും. നോക്കണം പ്രിയമുള്ളവരെ, മനസ്സിനോട് പോരാട്ടത്തിലാകും, പദ്ധതികൾക്ക് എതിരാകും. സ്വർഗീയ തത്വങ്ങൾക്കെതിരെ സാത്താൻ്റെ തത്വങ്ങൾ വരും. സത്യം അതിൻ്റെ വിവിധ മുഖങ്ങളിൽ തെറ്റായി ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടും. തെറ്റിൻ്റെ എപ്പോഴും മാറുന്നതും വർദ്ധിക്കുന്നതുമായ രൂപങ്ങളോട് സംവാദത്തിലാകും. അങ്ങനെ സംവാദത്തിൽ തെറ്റ് സത്യമെന്ന നിലയിൽ വന്നു പോയാൽ, അത് സാധ്യമായാൽ ശക്തരായ വൃദ്ധന്മാരെ പോലും വഞ്ചിക്കുവാൻ ഇടയായിത്തീരും. അതിനിടയായിത്തീരാതിരിക്കണമെങ്കിൽ നമ്മൾ മാനദണ്ഡം, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സത്യസന്ധത നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോൾ ദോഷത്തെ നമുക്ക് ചെറുക്കാൻ കഴിയും. നമ്മളുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിന് അനുരൂപമായി തീരും. അങ്ങനെ ആയിത്തീരുമ്പോൾ സാത്താന് നമ്മളെ വിട്ടോടിപ്പോകേണ്ടി വരും. സ്വർഗീയ തത്വങ്ങൾ സാത്താൻ്റെ തത്വങ്ങൾക്ക് പരാജയപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ നല്ല മക്കളായി, ദൈവത്തിൻ്റെ നല്ല ശിഷ്യന്മാരായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിച്ചവരായി, വിശുദ്ധന്മാരായി എന്ന യഥാസ്ഥാനപ്പെട്ടവരായി നമുക്ക് തീരാം. മറ്റുള്ളവരെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പ്രവർത്തിക്കാം. അതിനെ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവേ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങും തോറും ശത്രുവായവൻ ശക്തിയോടെ ഞങ്ങളെ തെറ്റിക്കുവാൻ വരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ കൂടുതൽ വിശ്വസ്തതയോടെ സ്വർഗീയ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാത്താൻ്റെ തത്വത്തെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. വൃതന്മാരെയും കഴിയുമെങ്കിൽ തോൽപ്പിക്കുവാൻ, തെറ്റിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ സ്വർഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാനദണ്ഡം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി എല്ലാവരെയും ഒരുക്കണമെന്ന് ഞങ്ങളുടെ ജീവൻ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.